ആദ്യ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കാറിൽ കയറുമ്പോൾ ചെമ്മാട് ബാങ്കുട്ടിയാജി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പാപ്പ നല്ല ആവേശത്തിലാണ്. ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ 2 കലിമത്ത് പറഞ്ഞാലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിലടിയുറച്ച് നിൽക്കാനുള്ള വയ്യും ഉണ്ടാവുള്ളൂ, അതുകൊണ്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആ ഒരു പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയായിരുന്നു മഹാനവറുകൾ ആ സ്റ്റേജിലേക്ക് കയറി. പക്ഷെ എന്തുണ്ടായി? ദുആ കഴിഞ്ഞ ഉടനെ ഇവര് മൈക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതുണ്ടായ സംഗതി, അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഇതിപ്പോ ഏതായാലും ഇത് പറയാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ ഇതിനേക്കാളും വലുത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതവിടെ ബാക്കിയാവുമല്ലോ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ വരിക. ഇത് ബോഗിയിൽ ഒരു ഭാഗത്ത് എ പി ഉസ്താദ്, മറ്റേ ഭാഗത്ത് ഞാൻ, പാപ്പ, ഇപ്പുറത്ത് ഹൈഫുൽ ഉസ്താദ്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പാപ്പ പറയാ, എ പി ഞമ്മക്കിപ്പോ ഞമ്മളൊന്നും ആർക്കും പറ്റൂല, കീറാ ചാക്കായി എന്നല്ലേ. ഇതെന്ത് ഗൗരവമുള്ള വാക്കാണ്, എന്ത് വാക്കാണിത്? പാപ്പ അവിടെ പ്രസംഗിച്ചു പോയാൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ ഗുണമല്ലാതെ എന്ത് ദോഷ മക്കളെ ഉണ്ടാകുക? ഈ കാണുന്ന പ്രസ്ഥാനം ഈ ഗവൺമെന്റ് രൂപത്തിലാക്കിയത് ആരാ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇത് എനിക്ക് എങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ സംഗതി. ഇതിന്റെ പേരിൽ നാളെ 100 കളവ് മറ്റൊരു പറയും, എനിക്കറിയാം, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞു. പിറ്റേന്ന് ഇവിടെ വന്നു. പിറ്റേന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുവന്യരായ സുലൈമാൻ ഉസ്താദ് മഹാനവറുകൾ പാപ്പനെ അഹ്സനി ബിരുദം കൊടുക്കൽ എപ്പോഴും പാപ്പ അഫാത്താകുന്ന കാലം വരെയും മഹാനവറുകളായിരുന്നു. അങ്ങനെ ഒതുക്കുങ്ങലിന്റെ സനത് സമ്മേളനത്തിന് വിളിക്കാൻ വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, പാപ്പ റൂമിലാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇന്നലെ വല്ലാത്തൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. പാപ്പക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രസംഗിച്ചില്ല. അപ്പോ ഞാനിപ്പോ അവനോട് ചോദിച്ചു, ഇവിടെ വീട്ടിലെത്തിയപ്പോഴും ചോദിച്ചു, പാപ്പ എന്റെ ഇന്നലെ പ്രസംഗിക്കാൻ? പാപ്പ എടുത്ത് വായിക്കണം, എടാ മൈക്ക് തരണ്ടേ, ഒരു മൈക്ക് ഞാൻ പിടിച്ചെടുത്ത് പ്രസംഗിക്കുകയാണോ എന്ന് ചോദിച്ചു. വല്ലാത്ത വാക്കാന്നതൊക്കെ. അങ്ങനെ സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എന്റെ പേരും വിളിച്ചിരുന്നു, പക്ഷെ ഞാനും പ്രസംഗിച്ചില്ല. കാരണം പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ഞാനെന്ത് പ്രസംഗിക്കാനാണ്? പാപ്പ എന്നാ പറയാ, പാപ്പ എന്ത് പ്രസംഗിക്കാനാണ്? ഏതായാലും കുട്ടിന്റെ വിഷമം, ഞാൻ ഇപ്പൊ പോണത് മർക്കസിലേക്കാണ്, എ പി ഉസ്താദിനോട് ഈ വിഷയം പറയാ എന്നും പറഞ്ഞിട്ടാണ് മഹാനവറുകൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇതൊക്കെ ഉള്ള സംഗതിയാണ്, വെറുതെ കെട്ടുകഥ പറയല്ല, മനസ്സിലായോ? അപ്പോ ഇത് അന്ന് അപ്പോ സുലൈമാൻ ഉസ്താദ് ഉടനെ എടുത്ത വാക്ക് പറഞ്ഞെന്താന്നറിയോ? അതിന് തങ്ങളെ മോനെ അത് ഇപ്പോ നിയന്ത്രിക്കുന്നത് കുറച്ച് കുട്ടികളാണ്. കുറച്ച് കുട്ടികളായതുകൊണ്ടാണ് ഓൽക്ക് അത് അത്ര അങ്ങട്ട് ഇതാകാത്തതെന്നാണ് അന്ന് മഹാനവറുകൾ പറഞ്ഞത്. അന്ന് മൂപ്പരും പ്രസിഡന്റ് അല്ലല്ലോ, അന്ന് പാപ്പാണല്ലോ പ്രസിഡന്റ്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോ ഇനി കൂടുതൽ പറഞ്ഞാൽ ഇനിയും കുറെ പറയാനുണ്ടാവും. അതുകൊണ്ട് ഇതൊരു ചെറിയൊരു രൂപത്തിൽ പറഞ്ഞെന്നുള്ളൂ. എനിക്കറിയാം ഈ പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ എന്നെ പലതും പറയും, ഇപ്പം തന്നെ പറയുന്നുണ്ട്, ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്. പക്ഷേ ഇതെല്ലാം പറയുന്നത് ദീനിന്റെ പേരിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്, മനസ്സിലായ? ദീനിന് വേണ്ടിയാ പറയുന്നത്. പാപ്പ പണ്ട് 25 കൊല്ലം മുമ്പ് നിങ്ങൾക്കുള്ള എല്ലാ മറുപടിയും പറഞ്ഞു പോയിട്ടുണ്ട്. ഒലൗക്കാന വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ശരി എന്ന് പറഞ്ഞു, ഇല്ലേ? കേട്ടിട്ടില്ലേ? മുതലക്കുളം മൈതാനിയിൽ വെച്ചിട്ടാ പറഞ്ഞത്. തെറ്റ് ചെയ്തവൻ ആരായാലും എ പി ആണെങ്കിലും ശരി, ചെവിന്റെ കുന്നി പിടിച്ച് പുറത്തിടുന്ന. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? പഴയ സീഡ് എടുത്ത് പഴയ കാസറ്റൊക്കെ എടുത്തിട്ട് നോക്കുന്നു. അതാണ് മഹാനവറുകളുടെ ജീവിതം, നിലവാരം അതായിരുന്നു. അതുകൊണ്ട് ആ മഹാനവറുകൾ കാണിച്ചു തന്ന ഹക്കായ സുന്നത്ത് ജമാഅത്തിന്റെ വഴി അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നേറണം. അതല്ലാതെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് സുന്നി, അതിന്റെ ആവശ്യം എന്താ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ 2 സുന്നിയാക്കിയത്? ഇവിടെ സുന്നിന്റെ ആവശ്യം എന്താ? ഒരു സുന്നി പോലെയിരുന്നു. എന്തിനു വേണ്ടി പോന്നു 2 സുന്നി? 2 സുന്നി എന്തിനുണ്ടായി? ആ 2 സുന്നി ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ വിദ്യാർത്ഥികാരനായ ഒരു
ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചെങ്ങാതിനെ സിമ്പോസിയത്തിന് വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റി. ഇത് മുൻകാലങ്ങളിൽ ഉണ്ടാറുണ്ടോ? നിങ്ങളെ സിമ്പോസിയം നടത്താൻ എന്താ, പരിപാടി നടത്താൻ എന്താ വേറെ സുന്നികൾ വരാതില്ല? ഇത് എവിടുന്ന് വന്നു? ഇത് ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ല. മനസ്സിലായി? അങ്ങനെയുള്ളത് ഒന്ന് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിടൂ, അതാ നല്ലത്. മനസ്സിലായി? നിങ്ങൾക്ക് ചിലപ്പോ ഇത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പല വിഷമം ഉണ്ടാവും തോന്നും, പക്ഷെ ഒരു വിഷമവും. ഇതൊക്കെ പറയുന്നത് ഞാനല്ലടാ, പാപ്പ പറയിപ്പിക്കുക. കുറച്ച് മുന്നേ വരെ എനിക്കിത് ശബ്ദം വരെ ഇല്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ എന്താ ഹക്ക് പറയേണ്ട സമയത്ത് ശബ്ദം ആര് തന്നു? പാപ്പ തന്നു.